ബീഹാറിൽ ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും മെലിഞ്ഞു വരികയാണ്. പുനർവിചിന്തനം പോലും സാധ്യമാകാത്ത തരത്തിൽ കോൺഗ്രസ് അസ്തമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ടൂർ അധികാർ യാത്രയും തൊഴിലില്ലായ്മ, മോശം വിദ്യാഭ്യാസ നിലവാരം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണങ്ങളും വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. രാഹുലിന്റെ യാത്രയിൽ കണ്ട ആളും ആരവവും വോട്ടായില്ല. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ബീഹാറിൽ കോൺഗ്രസിന്റെ സ്ഥിതി അതിദയനീയമാവുകയാണ്. 2015 41 സീറ്റുകളിൽ മത്സരിച്ച് 27 സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു. 2020 കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട കോൺഗ്രസ് 70 സീറ്റുകളിൽ മത്സരിച്ചു. കിട്ടിയത് 19 സീറ്റുകൾ മാത്രം. ഇത്തവണ 61 മത്സരിച്ചപ്പോൾ കിട്ടിയത് വെറും 4 സീറ്റുകൾ. അതിദയനീയ പ്രകടനം എന്നതിലേക്കാണ് മാറ്റം. സ്വന്തം സഖ്യത്തിനുള്ളിൽ തന്നെയുള്ള തർക്കങ്ങൾക്ക് പുറമെ വിഭാഗീയതയും സംസ്ഥാന ഘടകത്തിലെ അനൈക്യവും പാർട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും ഏകോപനത്തിലുമുള്ള തർക്കങ്ങൾ പലപ്പോഴും പ്രചാരണത്തിൽ മുഴച്ചു നിന്നിരുന്നു.